നമസ്കാരം. ഭക്തിലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഏകാദശി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് വൈകുണ്ഠ ഏകാദശി വരുന്നത്. വർഷം മുഴുവനുമുള്ള 24 ഏകാദശികളിലും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ഈ ഒരു ദിവസം ഭക്തിയോടെ വ്രതമെടുത്താൽ മുഴുവൻ ഏകാദശികളുടെയും പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. 3 കോടി ദേവതകളെ ആരാധിക്കുന്നതിന് തുല്യമായ ഫലമാണ് ഈ പുണ്യദിനത്തിലെ ദർശനം നൽകുന്നത്. ഈ ദിവസം പുലർച്ചെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ തുറക്കുന്ന സ്വർഗവാതിൽ വഴി ഭഗവാനെ ദർശിക്കുന്നത് ജീവിതത്തിലെ സകല പാപങ്ങളും നീക്കി മോക്ഷം ലഭിക്കാൻ സഹായിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീട്ടിൽ നിറയാൻ വൈകുണ്ഠ ഏകാദശി ദിവസം ചെയ്യാവുന്ന ലളിതമായ ഒരു വഴിയുണ്ട്. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധമാണ് പച്ചക്കർപ്പൂരത്തിൻ്റെത്. ഈ ദിവസം അല്പം പച്ചക്കർപ്പൂരം വാങ്ങി ഒരു മഞ്ഞ തുണിയിൽ കെട്ടി പൂജാമുറിയിലോ പണപ്പെട്ടിയിലോ വെക്കുന്നത് വീട്ടിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും കൊണ്ടുവരും. ഏകാദശി വ്രതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണക്രമമാണ്. അന്നേ ദിവസം ഒരു കാരണവശാലും അരിഭക്ഷണം കഴിക്കാൻ പാടില്ല. അരിയിൽ അസുര സാന്നിധ്യം ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ. പഴങ്ങളോ പാലോ കഴിച്ച് പൂർണ്ണമായ ഭക്തിയോടെ വിഷ്ണുനാമങ്ങൾ ജപിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നിർഭരമായ കൂടുതൽ വീഡിയോകൾക്കായി ഭക്തിലയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ നാരായണായ.